നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ വന്നില്ലേ നമുക്ക്? ഇങ്ങനെ അമ്മ നമ്മളത് സഹിക്കുക. നമുക്ക് അവനെ ജീവിതത്തൊക്കെ തിരിച്ചു കിട്ടണ്ടേ? കുട്ടിയുടെ ജീവന് വേണ്ടിട്ടല്ലേ നാട്ടുകാരുടെ മുമ്പിൽ ഇപ്പൊ കൈ നീട്ടേണ്ട ഒരവസ്ഥ നമുക്ക് വന്നത്. ഇല്ലാണ്ട് നമ്മളെങ്ങനെ ജീവിക്കും? ഉറങ്ങാതെ കാണിലിരിക്കണ നിങ്ങൾ കാണില്ല. സങ്കടപ്പെടണ്ട. നമുക്കെല്ലാവർക്കും വേണ്ടിട്ടല്ലേ നീ ഗൾഫിക്ക് പോയത്. തണക്കിങ്ങനെ ഒരു അസുഖം വന്ന് എങ്ങനെയാണ് സഹിക്കാനാവുന്നില്ല. നിന്റെ രോഗം ഇങ്ങനെ നമ്മുടെ വേദന ഒക്കെ കൂടി സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളെ കുട്ടീനെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ നോക്കി വളർത്തിയതാണ്. അവനെല്ലാരും സഹായിക്കണം. എൻ്റെ ഉമ്മ ആ മോനിക്ക് കൈ തളരുന്നുണ്ടോ കാല് തളരുന്നുണ്ടോ തല കറങ്ങുന്നുണ്ടോ നോക്കി ഉറങ്ങാതെ കാവിലിരിക്കാണ്. എൻ്റെ ഉമ്മാന്റെ സങ്കടം കാണാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെ എല്ലാരും ഒന്ന് രക്ഷിക്കണം. നമ്മളെ ഉമ്മ നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ വന്നില്ലേ? ഞാനിങ്ങനെ ആവണ്ടല്ലേ താത്ത സംഭവിച്ചത്. ഇതിലും വേറെ മരണമായിരുന്നു താത്ത. അങ്ങനൊന്നും പറയല്ല. മരണത്തിന് എന്നെ വിട്ടു കൊടുക്കൂല. അന്നെങ്ങനെങ്കിലും നമുക്ക് രക്ഷിക്കണം. അത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും? നമുക്ക് വേണ്ടിട്ടല്ലേ ജീവിച്ചത്. ഒന്നും ഉണ്ടാവില്ല. സാറില്ല. ഉമ്മ നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടേണ്ട അവസ്ഥ വന്നില്ലേ? സാറില്ല. ഈ രണ്ടുമ്മമാര് കരഞ്ഞ് തളർന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മമാര് നമ്മൾ മക്കളോട് ചോദിക്കുന്നത് എന്റെ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരുമോ? എന്റെ മകന്റെ ജീവൻ അപകടത്തിലാണ്. അത് ഉമ്മ കരയണ്ട കേട്ടോ. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ചികിത്സ മുടങ്ങൂല കേട്ടോ. കരഞ്ഞ് തളർന്നിരിക്കുക പ്രിയപ്പെട്ടവർ. ഈ വേദന നിങ്ങൾ ആരും കാണാതെ പോകും. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി വളർത്തി എന്റെ പൊന്നും മോന് ഇന്ന് കൈ തളരുന്നുണ്ടോ കാല് തളരുന്നുണ്ടോ, എന്റെ മോന് തല കറങ്ങുന്നുണ്ടോ എന്ന് നോക്കി ഉറങ്ങാതെ കാവലിരിക്കുകയാണ്. എന്റെ മോന്റെ വേദന കാണാൻ സാധിക്കുന്നില്ല. എന്റെ മോന്റെ സങ്കടം കാണാൻ സാധിക്കുന്നില്ല. അവനൊരറക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് വെള്ളവും ഭക്ഷണവും കുടിച്ച് ജീവിക്കുക എന്നുള്ള രീതിയിൽ വലിയ പ്രയാസത്തിലാണ് എന്റെ മോന്റെ ജീവൻ രക്ഷിക്കാൻ. നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണമെന്ന് ഈ മാതാവ് വളരെ വേദനയോടുകൂടി പൊതുസമൂഹമായ കാരുണ്യ മനസ്കരായ നന്മ നിറഞ്ഞ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിലേക്ക് ഈ ഒരു വേദന പങ്കുവെക്കുമ്പോൾ ഈ ഒരു വേദന ഈ ഒരു സങ്കടം നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും അറിയാതെയും മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരണമെന്ന് പടച്ചവന്റെ മുൻനിർത്തി ഞാൻ നിങ്ങളൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണം. കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ ഈ കൊച്ചനുജന്റെ ജീവൻ അപകടത്തിലാകും. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ കുരുവമ്പലം എന്ന പ്രദേശത്ത് താമസിക്കുന്ന പ്രവാസിയായ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കൊച്ചനുജന് ഇരുവൃക്കകളും തകരാറിലായി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ്. നിലവിലെ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുടുംബത്തിന്റെ പ്രയാസം കണ്ട് പ്രവാസത്തേക്ക് ജോലിക്ക് പോയ റിയാസ് എന്ന് പറയുന്ന കൊച്ചനുജന്റെ ഇന്നത്തെ അവസ്ഥ അതിഗുരുതരമായ സങ്കടകരമായ ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ. ഉടനടി തന്നെ കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട കൊച്ചനുജന്റെ ആരോഗ്യനില വഷളായി പിന്നീട് കിഡ്നി പോലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിമാറും. പ്രിയമുള്ളവരെ, ഞാനും എൻ്റെ കുടുംബവും ഗതികേട് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. ഈ കിടക്കുന്നത് എൻ്റെ സഹോദരനാണ്. നിങ്ങളെല്ലാവരും എൻ്റെ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സഹായിക്കണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. റിയാസിന്റെ പിതാവിന്റെയും പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഈ വീഡിയോയുടെ ചേർക്കുന്നത്. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി നിങ്ങളോട് ഈ ഒരു സങ്കടം പറയാനും പുറത്ത് കാത്തിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നാട്ടുകാരനായ പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസിൻ്റെ നമ്മുടെ പ്രിയ സുഹൃത്ത്
മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ അമർഷാനും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാശുണ്ടെങ്കിൽ തന്നെ നമ്മളെല്ലാവരും പതിരിപ്പോവും. അപ്പോൾ ചികിത്സ കാശുമില്ല, ഇതുപോലൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും മനുഷ്യൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സഹായങ്ങൾ കൂടി ആവശ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ അമർഷാൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ തയ്യാറാക്കുന്നത്. മുഹമ്മദ് റിയാസിൻ്റെ ഈ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് 40 ലക്ഷം രൂപയാണ്. അപ്പം അതിന് ഒരു വലിയ തുക 40 ലക്ഷം രൂപ നമ്മൾ അതിന് കണ്ടെത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഇത്രയും ജനസമുദ്രം കാണുമ്പോൾ നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ ഈ ചികിത്സ വളരെ ഭംഗിയായി നടക്കും. ഓരോരുത്തരും അതിന് കഠിനാധ്വാനം ചെയ്യണം. ഈ ഫണ്ട് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും എല്ലാ നിലയ്ക്കുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന്. വളരെ പെട്ടെന്ന് തന്നെ കിഡ്നി മാറ്റിവെക്കേണ്ട അവസ്ഥയിലാണ്. ആ ചികിത്സയ്ക്ക് വേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരണമെന്ന് എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങളും. നമ്മൾ വലിയൊരു ഉദ്യമത്തിലാണുള്ളത്. നമ്മളുടെ കുഞ്ഞനുജൻ മുഹമ്മദ് റിയാസ് ഇരുവൃക്കകളും തകരാറിലായി ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ പോവുകയാണ്. വീഴുമ്പോൾ താങ്ങുന്നവനാണ് ദൈവം എന്നത് കൽപ്പറ്റ നാരായണ മാഷയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാനം നോക്കുമ്പോൾ നമ്മളൊക്കെ ദൈവതുല്യരായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ്. നമുക്ക് ഉറപ്പുണ്ട് നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ ഈ കാര്യം എത്രയും പെട്ടെന്ന് സാധ്യമാകുമെന്ന്. സമാഹരണ അത്യാവശ്യമായ സാഹചര്യത്തിലാണ് നമ്മൾ ഈ രംഗം പിന്നെ അമർഷാനെ ട്രസ്റ്റിനെയും നമ്മൾ ഈ രംഗത്ത് ഇറക്കിയിട്ടുള്ളത്. റിയാസിൻ്റെ കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു ധനസമാഹരണ പ്രവർത്തനത്തിലാണ് ഈ നാട് മുഴുവൻ, കുരുവമ്പലം പ്രദേശം മുഴുവൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.